ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി ചാലഞ്ചിൻ്റെ ഡേ 3 ആണ്. നമ്മുടെ ചാലഞ്ചിൻ്റെ പേര് എ കം ബാക്ക് ടു സ്റ്റഡി ട്രാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടോപ്പേഴ്സ് എത്ര മണിക്കൂറാണ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ടോപ്പേഴ്സ് ഒരിക്കലും അവേഴ്സ് അനുസരിച്ചല്ല പഠിക്കുന്നത്. അവരൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ വർക്ക് എപ്പോഴാണോ തീരുന്നത് അത്രയും നേരമാണ് അവർ പഠിക്കുന്നത്. എക്സാം ടൈമിലൊക്കെ ഓരോരുത്തരും റെസ്റ്റ് പോലും എടുക്കാതെയാണ് ഇരുന്ന് പഠിക്കുന്നത്. അതുമാത്രമല്ല, അവരവരുടെ സ്ലീപ്പ് വരെ സാക്രിഫൈസ് ചെയ്യും. ഉറങ്ങാതെ വരെ ഇരുന്ന് പഠിക്കുന്നവരെ എനിക്കറിയാം. അപ്പോൾ അവർക്ക് പറ്റണ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിറ്റേ ദിവസം എക്സാമിന് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം അവർക്കറിയാം ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റത്തില്ല, നമുക്ക് മെമ്മറിലോട്ട് പെട്ടെന്ന് വരത്തില്ല. ആ വരാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ മെമ്മറിയിലോട്ട് അതിങ്ങനെ ഫീഡാവുന്നത്. സോ നമ്മൾ ഉറങ്ങിയാൽ മാത്രമേ ഉള്ളൂ പിറ്റേ ദിവസം നമുക്ക് ആ എക്സാമിന് അത് ഓർക്കാൻ പറ്റുള്ളൂ. അപ്പം നാളെ നിങ്ങളുടെ എക്സാം എല്ലാം സ്റ്റാർട്ടാവുകയാണ്. ഐ നോ നിങ്ങളുടെ റിവിഷൻ തീർന്നിട്ടുണ്ടാവില്ല, ബട്ട് നിങ്ങളൊരിക്കലും സ്ലീപ്പ് മാറ്റി വെച്ചിട്ട് ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെമ്മറിയിൽ ഉണ്ടാവത്തില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കുറേ പേരും വീഡിയോ കാണുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കണ്ടൻറ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു ദിവസം ഞാൻ എത്ര മണിക്കൂർ പഠിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. ഈവൻ സ്മോൾ കാര്യമാണെങ്കിൽ പോലും ഞാനത് ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കും, അല്ല ഞാൻ പിന്നെ അത് മറന്നു പോവും. അപ്പം അത് എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് അപ്പോഴാണ് എൻ്റെ വർക്ക്സ് എല്ലാം തീരുക. ചിലപ്പോൾ ഒരു ഡേ 1 hours പഠിക്കുന്നുണ്ടാവത്തുള്ളൂ, ചിലപ്പം 2 or 3 hours പഠിക്കുന്നുണ്ടാവും, ചിലപ്പം ഒന്നും പഠിക്കാത്ത വരെയുള്ള ദിവസങ്ങളുണ്ട്. ചില ഡേയ്സിലൊക്കെ നമുക്ക് ഒട്ടും പറ്റത്തില്ല. എന്തെങ്കിൽ തലവേദന, വയറുവേദന, എന്തെങ്കിലുമൊക്കെ ഒരു വേദനകൾ വന്ന് നമ്മൾ ആകെ ഡൗൺ ആയിപ്പോവും. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കാറില്ല. ഞാനപ്പം റെസ്റ്റ് എടുക്കാൻ തന്നെ ആ ഡേ മാറ്റി വയ്ക്കും. നിങ്ങൾ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല, അവരത്രയും പഠിച്ചു, നമ്മൾ ഇച്ചിരി നേരെ പഠിച്ചിട്ടുള്ളൂ. സോ അങ്ങനെ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ചില ആൾക്കാർക്ക് ഇച്ചിരി നേരം പഠിച്ചാൽ തന്നെ വേഗം തലയിൽ കയറും, പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല, കുറേ നേരം ഇരുന്ന് പഠിച്ചാലേ തലയിൽ കയറത്തുള്ളൂ. അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.